ഇതേപോലെ തന്നെ വേണം എന്നല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയുക കൺവീനിയൻ്റ് ആയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 150 days പ്ലാൻ നമുക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻട്രി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു വീഡിയോ കൊണ്ടാണ്. HSA നാച്ചുറൽ സയൻസ് നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ കാണുന്ന ഒരുപാട് പേര് കഴിഞ്ഞ HSAക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടി, എന്നിട്ടും ഇതുവരെ അഡ്വൈസ് ആവാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. മാത്രമല്ല കുറച്ച് പേരെല്ലാം നന്നായിട്ട് പഠിച്ചു എങ്കിൽ പോലും കഴിഞ്ഞ HSA ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒരുപാട് പേരും ഉണ്ടാവും. പിന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് HSA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ HSA നാച്ചുറൽ സയൻസിൻ്റെ 150 days സ്റ്റഡി പ്ലാൻ. നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 5 മാസത്തോളമെങ്കിലും നമുക്ക് പഠിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡിഗ്രിയിൽ ബോട്ടണി അതേപോലെ തന്നെ സുവോളജി ഈ 2 മെയിൻ സബ്ജക്റ്റ് എടുത്തവരാണ് നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഡിഗ്രി മാത്രം പോരാ, എന്തുകൂടി വേണം, BEd വേണം. അതേപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി 3 അല്ലെങ്കിൽ സെറ്റോ നെറ്റോ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും എന്തിന് അപ്ലൈ ചെയ്യാൻ പറ്റും, HSA നാച്ചുറൽ സയൻസിന് അപ്ലൈ ചെയ്യാം. കുറേ നാളായിട്ട് ഇപ്പോൾ പഠനമൊന്നുമില്ലാതെ ഗ്യാപ്പ് വന്നവരും ഈ ഒരു കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയൊരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കണം, സിലബസ് എടുത്ത് വെക്കണം. ഈ സിലബസ് എന്ന് പറയുമ്പോൾ നമ്മുടെ HSA നാച്ചുറൽ സയൻസ് സിലബസ് ഒരുപാട് മാറ്റമൊന്നും നമുക്കതിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ചിലപ്പോൾ സിലബസ് തന്നെ മാറില്ല. ഇൻ കേസ് മാറും എന്നല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും കാരണം കൊണ്ട് സിലബസ് മാറുകയാണെങ്കിലും നമുക്ക് ഒരുപാടൊന്നും പുതിയതായിട്ട് ആഡ് ചെയ്ത് വരില്ല. കാരണം നമുക്ക് അത്യാവശ്യം പഠിക്കാനുള്ള എല്ലാ കണ്ടന്റും ബോട്ടണിയിലെയും സുവോളജിയിലെയും മിക്സ് ചെയ്തിട്ടാണ് നമുക്കിവിടെ ഉള്ളത്. സോ ഈ മൊഡ്യൂൾസ് എല്ലാം ആകെ എത്ര മൊഡ്യൂൾസ് ഉണ്ട്, ബോട്ടണിയിൽ 4 മൊഡ്യൂൾസ് ഉണ്ട്, അതേപോലെ തന്നെ സുവോളജിയിലും 4 മൊഡ്യൂൾസ് ഉണ്ട്. ഈ 4 മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഈ ആകെ 8 മൊഡ്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, 150 ദിവസം കൊണ്ട് വളരെ സിമ്പിളായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അത് ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു മിനിമം 3 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോരുത്തരുടെ ഒരു കപ്പാസിറ്റി എന്താണ്. കുറച്ച് പേർക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ കിട്ടും, കുറച്ച് പേർക്ക് ചിലപ്പോൾ കുറേ സമയം എടുത്ത് വായിക്കണം. എങ്കിലും ഒരു 3-4 മണിക്കൂർ നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 150 ദിവസം കൊണ്ട് എന്ത് തീർക്കാൻ പറ്റും, 8 മൊഡ്യൂളും തീർക്കാം. ഓക്കെ, അപ്പം അതിൽ ഒരു മൊഡ്യൂൾ പഠിക്കാൻ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് നമുക്ക് എത്രയാ, 18 ദിവസം എടുക്കാം. ഒരു മൊഡ്യൂൾ ആകെ 8 മൊഡ്യൂൾ ഉണ്ട്. 8 മൊഡ്യൂളിൽ ഒരു മൊഡ്യൂൾ നമുക്ക് 18 ദിവസം കൊണ്ട് തീർക്കുവാണെങ്കിൽ നമുക്ക് 150 ദിവസം കൊണ്ട് എന്ത് തീർക്കാം, നമ്മുടെ സിലബസ് തീർക്കാം. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് സുവോളജി എളുപ്പമായിരിക്കാം, മെയിൻ ബോട്ടണി ആണെങ്കിൽ പോലും കുറച്ച് പേർക്ക് ബോട്ടണി ആയിരിക്കും എളുപ്പം. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ രണ്ടും മിക്സ് ചെയ്യണം. അതായത് ഒരു ദിവസം ബോട്ടണി ആണെങ്കിൽ അടുത്ത ദിവസം സുവോളജി, അല്ലെങ്കിൽ ഒരു ദിവസം ബോട്ടണിയുടെ കുറച്ച് ഭാഗങ്ങൾ അടുത്ത ദിവസം സുവോളജിയുടെ കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഇനി അതുമല്ല എങ്കിൽ കുറച്ച് എന്താ പറയുക എളുപ്പമുള്ള ഭാഗങ്ങളും കുറച്ച് ടഫായുള്ള ഏരിയാസും കൂടി മിക്സ് ചെയ്ത് പഠിക്കുക. അപ്പം എന്താണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് ദിവസം ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. 2 ദിവസത്തെയാണ് ആദ്യം പറയുന്നത്, Day 1 and Day 2. അപ്പം ചിലർ വിചാരിക്കുന്നുണ്ടാവും ജനുവരി ആവട്ടെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ആവട്ടെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ വരട്ടെ അല്ലെങ്കിൽ എക്സാം കറക്റ്റായിട്ട് കൺഫർമേഷൻ വരട്ടെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ എന്ത് ചെയ്യണം, പഠനം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ Day 1 എന്ന് പറയുമ്പോൾ നമ്മുടെ സുവോളജി സ്റ്റാർട്ട് ചെയ്യുന്നത് വിറ്റാഗറിന്റെ ക്ലാസിഫിക്കേഷനിലാണ് അല്ലേ, വിറ്റാഗേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പം അതിൽ തന്നെ കിങ്ഡം പ്രൊട്ടിസ്റ്റയുടെ സാലിൻ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, പാരസൈറ്റിക് പ്രോട്ടോസോവൻസ്. നമുക്ക് എല്ലാം ഒന്നും പഠിക്കാനില്ല, എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, എക്സാമ്പിൾ വെച്ച് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എൻഡമീബ ഹിസ്റ്റോളിക്ക, ദെൻ ട്രിപ്പനോസോമ, അതേപോലെ പ്ലാസ്മോഡിയം. ഇത് 3ഉമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഒരു ദിവസം പഠിക്കാം. ആദ്യം പഠിക്കുമ്പോൾ തന്നെ വലിയ വലിയ ടോപ്പിക്സ് എടുത്ത് നമ്മുടെ മൈൻഡ് നമ്മൾ എന്താ പറയുക താഴേക്ക് പോവാതെ നമുക്ക് എളുപ്പം തോന്നുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കുഞ്ഞു ടോപ്പിക്സ് എടുത്ത്
ആദ്യം പഠിക്കാൻ നോക്കാം. അപ്പോൾ ഡേ 1 എന്ന് പറയുന്ന ആ ഒരു ദിവസം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യണം. കവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ +2 അല്ലെങ്കിൽ +1 ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. നമുക്ക് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത് +1-ലാണ്. സോ +1-ലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെക്കാം, അതിൻ്റെ ബേസിക്സ് എല്ലാം പഠിക്കാം. അതിനുശേഷം മാത്രം എന്ത് ചെയ്യണം, ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകാം. ദെൻ മാക്സിമം ക്വസ്റ്റ്യൻസ് അവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. അതേപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഡേ 1-ലെ നോട്ട്സ് അല്ലെങ്കിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രം നിങ്ങളൊരു പേജ് മാറ്റി വയ്ക്കുക. എന്തിനു വേണ്ടിയാ? പെൻഡിങ് പോർഷൻസ് എഴുതി വെക്കാനായിട്ട്. അത് നെക്സ്റ്റ് ഡേയിലേക്ക് പഠിക്കാതെ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴാണോ ഒരു ദിവസം എക്സ്ട്രാ ടൈം കിട്ടുന്നത് ആ സമയത്തേക്ക് വേണ്ടിയിട്ട് ഈ പെൻഡിങ് ടോപ്പിക്സ് മാറ്റി വയ്ക്കാം. ഇനി ഡേ 2 എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുവോളജിയും ബോട്ടണിയും മിക്സ് ചെയ്തോണം പഠിക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോബയോളജി പഠിക്കാം. ഓക്കെ, നമ്മുടെ ബോട്ടണി 5ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈക്രോബയോളജിയിലാണ്. അതിൽ ബാക്ടീരിയയുടെ അൾട്രാസ്ട്രക്ചർ, റിപ്രൊഡക്ഷൻ ആൻഡ് ജനറ്റിക് റീകോമ്പിനേഷൻ. വളരെ സിമ്പിൾ ആയൊരു ടോപ്പിക്കാണ്. നമ്മളിത് പഠിക്കുന്നുണ്ട്. എവിടെയാ? +1 ചെറിയൊരു ഭാഗം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. ദെൻ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് ഡിഗ്രി ടെക്സ്റ്റ് ബുക്കിലാണ്. അതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാം. അതിന് 2 ദിവസം കൊണ്ട് നമുക്ക് എന്ത് കംപ്ലീറ്റ് ആവുകയാണ്? ഈ 2 ടോപ്പിക്സും കംപ്ലീറ്റ് ആവുകയാണ്. ഏറ്റവും സിമ്പിളാണ്. മൈക്രോബയോളജി നമ്മൾ സുവോളജിയുടെ കുറച്ച് ഭാഗങ്ങളോട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കമ്പൈൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ല, നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കേട്ടിട്ടുണ്ടായിരിക്കും. സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, അതേപോലെ തന്നെ ജെനറ്റിക്സ്, ബയോ കെമിസ്ട്രി ആൻഡ് മെറ്റബോളിസം, ദെൻ നമ്മുടെ എൻവിയോൺമെന്റൽ സ്റ്റഡീസ്, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോസ്റ്റാറ്റിക്സ്, ഇതെല്ലാം തന്നെ ബോട്ടണിയിലും സുവോളജിയിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. സോ സുവോളജി പഠിക്കാനിരിക്കുന്ന ദിവസം നമ്മൾ ജെനറ്റിക്സ് ആണ് അവിടെ പഠിക്കുന്നതെങ്കിൽ അതിന് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതേ ദിവസം തന്നെ ബോട്ടണിയിലെ ജെനറ്റിക്സും മിക്സ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കാം. ഒരുപാട് സമയം നമ്മുടെ ലാഭം കിട്ടുമെന്ന് മാത്രമല്ല, നമുക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്ത് സിമ്പിൾ ആയിട്ട് ആ ഒരു ഏരിയ തീർക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് നമ്മുടെ ഡേ 3 and 4 നമുക്കതിൽ നമ്മൾ മൈക്രോബയോളജി പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെ ബാക്കി ടോപ്പിക്സ് ആണ് പറയുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് അതിൽ ഏതൊക്കെ വേണമെന്ന് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്, ഫുഡ് പ്രിസർവേഷൻ ആൻഡ് സ്പോയിലേജ്, ബയോ പെസ്റ്റിസൈഡ്സ്, ബയോ ഫെർട്ടിലൈസേഴ്സ്, സീവേജ് ട്രീറ്റ്മെന്റ്, നൈട്രജൻ ഫിക്സേഷൻ ആൻഡ് സിംബയോസിസ്. ഇത്രയും കാര്യങ്ങളും പ്ലസ് ഇതിൽ വരുന്ന ബാക്ടീരിയയുടെ എക്സാമ്പിളുമാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ സ്റ്റെയിനിങ് ടെക്നിക്സ് കൂടിയുണ്ട്. ഒരു ദിവസം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ദിവസം നമുക്ക് എന്ത് പഠിക്കാം? നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ട് അല്ലേ. ജനറൽ ക്യാരക്ടേഴ്സ്, അത് കുറച്ച് ക്ലാസ് പഠിക്കാനുണ്ട്, പ്ലസ് എക്സാമ്പിൾസ് ഉണ്ട്. ഏതാണ്? ഹൈഡ്രോസോവ, അതിൽ ഒബീലി എക്സാമ്പിൾ ഉണ്ട്. അതേപോലെ സൈഫോസോവ, അതിൽ ഒറീലിയ, ആൻതോസോയിൽ സിയാനിമോൺ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സീലൻഡ്രൈഡ്സിന്റെ പോളിമോർഫിസം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടോപ്പിക്സ് അലൈൻ ചെയ്തെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന്. അല്ലെങ്കിൽ നമുക്ക് ടഫായിട്ടുള്ള ടോപ്പിക്സ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു 150 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ 3ാമത്തെയും 4ാമത്തെ ദിവസം കൊണ്ട് വീണ്ടും നമ്മളൊരു സുവോളജി ടോപ്പിക്കും അതേപോലെ വീണ്ടും നമ്മളൊരു ബോട്ടണി ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുവാണെങ്കിൽ 5 and 6 അതിൽ നമ്മുടെ കിങ്ഡം ആനിമേലിയ. അത് നമുക്ക് കുറച്ച് നമ്മൾ ആ കിങ്ഡത്തിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ബേസിക്സ് പഠിക്കാനുണ്ട് അല്ലേ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതിൽ സെല്ല ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, എന്താണ് സീലോം, സിമെട്രി എന്താണ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി സിമ്പിൾ ആണ്. സിമെട്രി എന്നൊക്കെ പറയുമ്പോൾ റേഡിയസ് സിമെട്രി, ബയലാറ്ററൽ സിമെട്രി, അസിമെട്രി, കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ്. സോ ഏതെങ്കിലും ഭാഗത്ത് പെൻഡിങ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ട് വരുന്ന ടോപ്പിക്സ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആഡ് ഓൺ ചെയ്ത് നമുക്ക് മേക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ നമുക്ക് മൈക്രോബയോളജിയിലുള്ള ഒരു പെൻഡിങ് പോർഷൻ ആണ്. പെൻഡിങ് പോർഷൻ മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടാതെയുള്ള അടുത്ത ടോപ്പിക്കാണ് വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സ്ട്രക്ചർ ആൻഡ് റിപ്രൊഡക്ഷൻ, RNA ആൻഡ് DNA വൈറസ്, ബാക്ടീരിയോഫേജ്, TMV ആൻഡ് HIV. അപ്പൊ ഇവരുടെ എല്ലാം സ്ട്രക്ചറും റിപ്രൊഡക്ഷനും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു കുറച്ചുകൂടി നമ്മൾ ഒരുപാട് ഡെപ്തിലേക്കൊന്നും ഈ ഒരു ഏരിയ പഠിക്കേണ്ടതായിട്ടില്ല.
സ്ട്രക്ചർ എങ്ങനെയാണ്, അതേപോലെ തന്നെ റിപ്രൊഡക്ഷൻ, എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ മാത്രമേ എല്ലാത്തിലും വരുന്നുണ്ടാവുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കുള്ളൂ. സോ ആ ഒരു വ്യത്യാസമുള്ളത് മാത്രം എടുത്ത് അണ്ടർലൈൻ ചെയ്ത് ഷോർട്ട് നോട്ടൊക്കെ എഴുതി എന്തായാലും പഠിക്കാൻ നോക്കാം. ദെൻ നമ്മുടെ മൈക്രോബയോളജിയുടെ ഫസ്റ്റ് മൊഡ്യൂള് നമുക്ക് എത്രാം ദിവസം കൊണ്ട് തീരും? 5 അല്ലെങ്കിൽ 6 ദിവസം കൊണ്ട് നമുക്കത് തീരും. ഞാൻ പറഞ്ഞു ഒരു മൊഡ്യൂള് തീർക്കാൻ നമുക്ക് 18 ദിവസം നമ്മുടെ കയ്യിലുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതിലും കൂടുതൽ സമയം നമുക്ക് എടുക്കാം. പക്ഷെ എന്ത് ചെയ്യണം? നമുക്ക് റിവൈസ് ചെയ്യണ്ടേ? സോ റിവൈസ് ചെയ്യാനുള്ളൊരു ടൈം കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുവാണെങ്കിൽ 7 and 8 അല്ലേ? ആദ്യമൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിച്ച് പോകുന്ന നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചും കൂടി നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നു. സബ്ജക്റ്റുമായിട്ടൊരു കണക്ഷൻ നമുക്ക് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്ത് അല്ലെങ്കിൽ കയറ്റി പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഫൈലത്തിലേക്ക് അടക്കുവാണ്. സുവോളജിയിൽ നമുക്കറിയാം ഏതൊരു സുവോളജി എക്സാം അല്ലെങ്കിൽ സുവോളജിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? കോഡേറ്റ്സും നോൺ കോഡേറ്റ്സും അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഫൈലം സീലൻഡ്രൈറ്റ്സ് ആണ്. അതിന് എന്തൊക്കെ പഠിക്കണം? ജനറൽ ക്യാരക്ടേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നും ഒരുപാട് പറഞ്ഞിട്ടില്ല. എന്താണോ മെയിൻ ആയിട്ടുള്ള ജനറൽ ക്യാരക്ടേഴ്സ് അത് പഠിക്കുക. ഓക്കെ. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഫംഗസ് ഉണ്ട്. ഫംഗസിന്റെ ക്യാരക്ടേഴ്സ്, റിപ്രൊഡക്ഷൻ ആൻഡ് ലൈഫ് സൈക്കിള്, ഹെട്രോതാലിസം ആൻഡ് പാരാസെക്ഷുവാലിറ്റി. നമ്മൾ നേരത്തെ ഈ സൈഫ്നോസോവ അതേപോലെ ആന്തോസോവ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം ഇവിടെ നമ്മൾ ഫംഗസ് പഠിക്കുമ്പോൾ കുറച്ചധികം സമയം നമുക്ക് വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിവിഷൻ ആയിട്ട് ഈ ഒരു ടോപ്പിക്ക് ആഡ് ചെയ്ത് വരാം. ഓക്കെ. അപ്പോൾ റിവിഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഫയലും നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ പോവാം. ഓക്കെ. ഇപ്പോൾ ഇതിൽ കിങ്ഡം ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ക്ലാസ്സസ്, ജനറൽ ക്യാരക്ടേഴ്സിന്റെ ക്ലാസ്, ഹൈഡ്രോസോവ അതേപോലെ ഒബീലിയ, അതിന്റെ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിവിടെ ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യാം. അപ്പം ഇതിൽ നമ്മൾ ഫംഗസിന്റെ ഒരെണ്ണം മാത്രമേ മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കുന്നുള്ളൂ. മാസ്റ്റിഗോ മൈക്കോട്ടിനയിൽ എന്താ പിത്തിയം എന്ന് പറയുന്ന എക്സാമ്പിളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഫംഗസിൽ ഒരുപാടുണ്ട് നമുക്ക്. പക്ഷെ ഇതിന്റെ കുറച്ചധികം ക്യാരക്ടേഴ്സ് പഠിച്ചു വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു എന്ത് ചെയ്യും? എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കും. കാരണം ഒരുപാട് ഗ്രൂപ്പ്സ് കണ്ടിന്യൂസ് ആയുള്ള ദിവസങ്ങളിൽ പഠിച്ചു വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പം ആ ഒരു മാറിപ്പോലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു ഗ്രൂപ്പ് പഠിച്ചിട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യാം? നമുക്കതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് അവിടെ ആഡ് ചെയ്യാം. സോ നെക്സ്റ്റ് ഡേ നമ്മൾ എടുക്കുമ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൈ, അതേപോലെ ഇൻഡസ്ട്രിയൽ, അതിൻ്റെ മെഡിസിനൽ, ഫുഡ്, അഗ്രികൾച്ചർ, ബയോ കൺട്രോൾ, അതേപോലുള്ള ഫംഗസിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബോട്ടണി തന്നെയാണ് വീണ്ടും ആഡ് ചെയ്തേക്കുന്നത്. ആസ്കോ മൈക്കോട്ടിനെയും അതേപോലെ ബസിഡിയോ മൈക്കോട്ടിനെയും. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കൊന്നുകൂടി എന്ത് ചെയ്യാം? അതുമായിട്ട്, അതായത് ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതെയും എങ്കിൽ തന്നെയും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെയും പഠിക്കാൻ വേണ്ടി നമുക്കിനി അറേഞ്ച് ചെയ്യാം. ഇതേപോലെ തന്നെ വേണം എന്നല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുറച്ചും കൂടിയും എന്താ പറയുക കൺവീനിയൻ്റ് ആയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു 150 days പ്ലാൻ നമുക്ക് ചെയ്യാം. അപ്പം ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്താൽ 10 ദിവസത്തെ പ്ലാൻ ഞാൻ പറഞ്ഞു, ബാക്കി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. 150 days പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. സോ 10 ദിവസം ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാമെങ്കിൽ ബാക്കിയുള്ള ദിവസം കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് 8 modules നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? കവർ ചെയ്യാം. പ്ലസ് അതിന് റിവിഷൻസും അതേപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നാളെയല്ല ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. HSA എന്ന് പറയുന്നത് കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലുള്ള ഭാഗം കൂടിയാണ്. നമുക്ക് വേക്കൻസീസ് വളരെ കുറവുള്ളൊരു സബ്ജക്റ്റാണ് നമ്മുടെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച് ടീച്ചേഴ്സിൻ്റെ എണ്ണം നമുക്കറിയാവുന്നതാണ്. ഓരോ സ്കൂളുകളിലും ബയോളജി ടീച്ചേഴ്സ് കുറവാണ്. കാരണം ബോട്ടണി, സുവോളജി ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ 10 റാങ്കിനുള്ള വന്നെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക. സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് പഠിച്ചു തീരുന്ന ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്ത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വേണം പഠിക്കാൻ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും HSA നാച്ചുറൽ സയൻസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ഓരോ വീഡിയോസിലും നമുക്ക് പുതിയ ടോപ്പിക്സുമായിട്ട് കാണാം. താങ്ക്